ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ യെരുശലേമിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയും പറയുകയും ചെയ്തത്. ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ യെരുശലേമിൽ ഉള്ളവ എന്തെല്ലാം. അതിൽ അഞ്ചാമത്തേത് അലങ്കാരം. വെളിപ്പാട് പുസ്തകം 21:2 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അലങ്കരിക്കപ്പെട്ട നഗരം, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി. ആരാണ് ഈ ഭർത്താവ്? കർത്താവാണ് ഈ ഭർത്താവ്. ആരാണ് മണവാട്ടി? സഭയാണ് മണവാട്ടി. മണവാട്ടിക്ക് വേണ്ടി അലങ്കരിക്കപ്പെട്ട ഒരു നഗരമാണ് പുതിയ യെരുശലേം. നമുക്കായി കർത്താവ് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നുള്ള വാഗ്ദാനം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. യോഹന്നാൻ 14:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് സ്ഥലമൊരുക്കാനായിട്ട് അവൻ പോകുന്നു. നമുക്കുള്ളൊരു വാഗ്ദത്തമാണ്. ആ കൊട്ടാരമാണ് പുതിയ യെരുശലേം എന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് എങ്ങനെ നിറയാതിരിക്കും? എനിക്ക് വേണ്ടി, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന മനോഹര നഗരം. എന്നാൽ ഈ കൊട്ടാരത്തെ വീണ്ടും അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. വീണ്ടും നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് വേണ്ടി ആ കൊട്ടാരത്തെ അലങ്കരിക്കുകയാണ്. അതാണ് 21:2 നമ്മൾ കാണുന്നത്. ഇവിടെ ഒരുങ്ങി എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള പദം കോസ്മയോ എന്നാണ്. അതിൻ്റെ ഗ്രീക്ക് പദം KOSMEO, കോസ്മയോ എന്ന പദമാണ് ഒരുങ്ങി എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തെ പിന്നീട് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിലാണ്. 12:44 അവിടെ വീടിനെ അടിച്ചു വാരി അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. ഉടനെ വന്നു, അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കണ്ടു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്താതെ വരുമ്പോൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത്? ഇറങ്ങിയ സ്ഥലം അടിച്ചു വാരി അവിടെയാണ് പിന്നെ ഈ പദം നമ്മൾ കാണുന്നത്. ഏതാ? കോസ്മയോ എന്ന വാക്ക് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 23:29 ഈ വാക്ക് നമുക്ക് വീണ്ടും കാണാം. കല്ലറകളെ അലങ്കരിച്ചുകൊണ്ട് എന്നാണ് അവിടെ തർജ്ജമ ചെയ്തിട്ടുള്ളത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വെളിപ്പാട് 19:7-8 വാക്യങ്ങൾ. ഇത് ഒരു അലങ്കാര പ്രയോഗമാണ്. നീതി പ്രവൃത്തികൾക്കും ആത്മീക സ്വഭാവങ്ങൾക്കും പ്രശംസ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്കല്ല അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു, അംഗീകാരം ലഭിക്കുന്നു, പുകഴ്ച ലഭിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, അപ്പോസ്തലന്മാരുടെ പേരുകൾ പുതിയ യെരുശലേമിലുണ്ട്. അപ്പോസ്തലന്മാരുടെ പേരുകൾ പുതിയ യെരുശലേമിൽ ഉണ്ട്. വെളിപ്പാട് പുസ്തകം 21:14
നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അപ്പൊ നഗരത്തിന്റെ മതിലിൽ ആരുടെ പേരുണ്ട്? കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ പേരുകൾ ഉണ്ട്. ഏതിന്റെ? പുതിയ യെരുശലേമിന്റെ മതിലുകളിൽ. അപ്പോസ്തലന്മാർ സഭയ്ക്ക് അടിസ്ഥാനമിട്ടവരും സഭയുടെ തൂണുകളുമാണ്. മൂലക്കല്ല് ആരാണെന്ന് നമുക്കറിയാം. സഭയുടെ മൂലക്കല്ല് കർത്താവാണ്. ആ മൂലക്കല്ല് എന്നുള്ള സ്ഥാനം ആർക്കും കൊടുത്തുകൂടാ. ആർക്കുമില്ല. മറ്റാർക്കുമില്ല. മൂലക്കല്ല് എന്ന് പറയുന്നത് കർത്താവാണെങ്കിൽ അടിസ്ഥാനക്കല്ല് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരാണ് അടിസ്ഥാനം. അതിന് അടിസ്ഥാനം ഇട്ടവരവരാണ്. അവരാണ് അതിൻ്റെ തൂണുകൾ. അങ്ങനെ നഗരമതിലിന്റെ അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സെബദി മക്കളുടെ അമ്മ അഥവാ സെബദിയുടെ ജീവിത പങ്കാളി കർത്താവിന്റെ അടുക്കൽ വന്ന് തൻ്റെ 2 മക്കളെയും ദൈവരാജ്യത്തിൽ വലത്തും ഇടത്തും ഇരുത്തുന്നതിനായിട്ട് അപേക്ഷിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. സാധാരണയായി നമ്മൾ ഈ ഭാഗം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്, എന്ത് അവകാശം ഉണ്ടെങ്കിലും എല്ലാം എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ് ആര്? അമ്മമാര്. എൻ്റെ പിള്ളേർക്ക് അവകാശപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളും എന്ത് ചെയ്യും? നമുക്കും അവകാശപ്പെട്ടതൊക്കെ വാങ്ങിക്കാൻ നമ്മളും ആഗ്രഹമുള്ളവരാണ്. ഇത് അധികം മൂത്ത് പോകുമ്പോഴാണ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാവുന്നത്. ഇപ്പോ ഇവിടെ സെബദി മക്കൾ ഇത്രയും കാലം എല്ലാം വിട്ട്, പടകും വലയും വിട്ട് കൂടെ നടന്നിട്ട്, കർത്താവേ ഞങ്ങൾക്കൊരാഗ്രഹമുള്ളൂ, മറ്റുള്ളവർ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, എൻ്റെ 2 മക്കളും എന്തായാലും ഇവിടെ കാണണം, നിന്റെ അടുത്തും വലത്തും കാണണം. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഇരിക്കണമെന്നില്ല, നമ്മുടെ മക്കൾ ഇരിക്കണമെന്നില്ല, മറ്റുള്ളവരുടെ മക്കൾ ഇരിക്കണമെന്നില്ല. നമ്മുടെ ആഗ്രഹത്തിലേ ഉള്ളൂ, ഞാനെങ്കിലും അവിടെ നിന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. പോരാ, സെബദി മക്കളുടെ ആഗ്രഹം പോരാ, നമ്മുടെ ആഗ്രഹം പോരാ, സെബദി മക്കളുടെ ആഗ്രഹം പോരാ. മറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും മനസ്സാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, നിത്യതയിൽ കാണണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 20-23 വാക്യങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം. മറ്റൊന്ന്, 7-ാമത്തേത് ദൂതന്മാർ. വെളിപ്പാട് പുസ്തകം 21-ന്റെ-12-ാമത്തെ വാക്യം. അതിന് പൊക്കമുള്ള വന്മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ഗോപുരങ്ങളിലായി 12 ദൂതന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഓരോ ഗോപുരങ്ങളിലും ഓരോ ദൂതന്മാരുണ്ട്. ഗോപുരങ്ങൾ എന്ന് പറയുന്നത് പ്രവേശന വാതിലാണ് ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അവർ കാവൽ ദൂതന്മാരാണ്. അവരാണ് ഈ നഗരത്തിന് കാവൽ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കാവൽ സ്ഥാനം, ദൈവത്തിന്റെ കാവൽ മാലാഖമാർ. ദൂതന്മാർ കേവലം നവ യെരുശലേമിന്റെ ഗോപുരങ്ങളിൽ മാത്രമല്ല, ഓരോ ദേശത്തിനും അവൻ കാവൽക്കാരാണ്. ദൂതന്മാർ കാവൽക്കാരാണ്. കാവൽക്കാര രാത്രി എന്തായി എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിൻ്റെയും കാവൽക്കാർ തമ്മിൽ പകൽ പകലിന് വാക്കിനെ പഠിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓർത്തിരിക്കുക, എന്ത്
ദൂതന്മാർ കേവലം പുതിയ യെരുശലേമിന് മാത്രമല്ല, നമ്മുടെ വീടിന്, നമുക്ക്, പിന്നെ നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന് ഒക്കെ കാവൽക്കാരാണ്. നമ്മൾ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ദേശത്തിന്റെ കാവൽക്കാരൻ ശക്തരാകും, അഥവാ ദൈവത്തിന്റെ ദൂതന്മാർ ശക്തിയായി പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിക്കാതെ പോയാൽ ആ ദേശത്തിന്റെ കാവൽക്കാരൻ സെയിം ടൈംസ് നേരെ ഓപ്പോസിറ്റ് സൈഡില് പിശാചും കാവൽ നിൽക്കും. അവനെ ആരും നിർത്തണ്ട, അവൻ നിൽക്കുകയാണ്. ആട്ടി ഇറക്കി വിട്ടാൽ അവൻ പോവുകയല്ല. അതുകൊണ്ട് എപ്പോഴാണോ ദൈവത്തിന്റെ ദൂതന്മാർ അവർക്ക് കാവൽ നിൽക്കുവാൻ ഇടം നമ്മൾ കൊടുക്കാതെ പോകുന്നത്, അപ്പോൾ പിശാചിന്റെ ദൂതന്മാർ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും നമ്മുടെ കോട്ട കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പുതിയ യെരുശലേമിലെ കാവൽക്കാരുടെ ആവശ്യം? നിങ്ങൾ ചിന്തിച്ചില്ലേ? എന്തിനാണ് പുതിയ യെരുശലേമിൽ കാവൽക്കാർ? അവിടെ ശത്രു എന്ന് പറയാൻ സാത്താനില്ല. എന്തായിരിക്കും അവരുടെ കാവൽ നിൽക്കുന്നതിൻ്റെ സാങ്കത്വം? എന്തായിരിക്കും? ഭൂമിയിൽ പിശാചില്ലാത്തതിനാൽ അവൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ആവശ്യമില്ല. ദുഷ്ടന്മാരില്ലാത്തതിനാൽ അവർ അതിക്രമിച്ച് കയറും എന്ന് ചിന്തിക്കേണ്ടതില്ല. ഒരു ദോഷവും അങ്ങോട്ടേക്ക് വരാൻ ദോഷങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ദൂതന്മാരുടെ കാവൽ, ദൂതന്മാരുടെ സാന്നിധ്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പുതിയ യെരുശലേമിനെ വേർതിരിച്ച് നിർത്തുന്നത് ഈ മതിൽ മുഖേനയാണ്. പ്രസ്തുത വേർതിരിവിനെ ആണ് ഈ ദൂതന്മാർ കാണിക്കുന്നത്. അപ്പൊ എന്താണ് ദൂതന്മാർക്കുള്ള ഡ്യൂട്ടി? പുതിയ യെരുശലേം നഗരത്തെ വേർതിരിച്ച് നിർത്തുന്നതാണ് ദൂതന്മാർ ചെയ്യുന്ന നിയോഗം, അല്ലെങ്കിൽ നിലനിർത്തുന്നു. ദൂതവാസ സ്ഥാനമായ സ്വർഗതുല്യ സ്ഥാനമാണ് ഈ നഗരത്തിനകത്ത്. അവിടെ പുത്രനുണ്ട്, അവിടെ പുത്രന്റെ കാന്തയായ സഭയുണ്ട്, സ്വർഗീയ സൈന്യ സന്നാഹങ്ങളുണ്ട്, സകല വിശുദ്ധന്മാരും അവിടെയുണ്ട്, ദൂതന്മാരും അവിടെയുണ്ട്, ദൈവിക സാന്നിധ്യം അവിടെയുണ്ട്. ഇത് ബോധ്യപ്പെടുത്താനായിട്ട് ഉള്ളതാണ് ഈ ദൂതന്മാരുടെ സാന്നിധ്യം. ഉൽപ്പത്തി പുസ്തകം 28:12 നമ്മൾ കാണുന്നുണ്ടല്ലോ യാക്കോബിന്റെ കാര്യം. യാക്കോബ് ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ചിട്ട് അവനിങ്ങനെ മെല്ലെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങുമ്പോൾ അവനൊരു ദർശനം കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നവരായി, പിതാവിന്റെ മുഖം ദർശിക്കുന്നവരായി. അങ്ങനെ അന്ന് യാക്കോബ് സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരെ കണ്ടതുപോലെ നമ്മൾ വിശുദ്ധ നഗരത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ, തൃത്വം എന്ന് പറയുന്ന മിസ്റ്ററി, ആ മർമ്മം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയായിരിക്കും. 12 ഗോപുരങ്ങളിലും ദൂതന്മാരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ദൂതന്മാർ ശരിക്കും പറഞ്ഞാൽ സഭയുടെ ദൂതന്മാർ, സഭയെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഒക്കെ നമുക്ക് ചിന്തിക്കാം. ഈ ദൂതന്മാരുടെ കയ്യിൽ നമുക്കറിയാമല്ലോ, ഗബ്രിയേലിന്റെ കയ്യിൽ എപ്പോഴും ഊരിപ്പിടിച്ച വാളുണ്ട്. ഗബ്രിയേലിന്റെ അല്ല, മീഖായേലിന്റെ. മീഖായേലിന്റെ കയ്യിൽ എപ്പോഴും ഊരിപ്പിടിച്ച വാളുണ്ട്. യോശുവ യോർദാൻ കടന്നപ്പോൾ അവൻ ഒരിക്കൽ വെളിപ്പെട്ടു.
പിന്നെ നമുക്കറിയാം, ദൈവജനത്തെ ശപിക്കാനായി ബലിയാൻ പോകുമ്പോൾ ദൂതൻ വെളിപ്പെട്ടു. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ദൂതന്മാരുടെ കയ്യിൽ എന്തില്ല? വാളില്ല. മറിച്ച് ആ നഗരത്തിനകത്ത് സന്തോഷവും സമാധാനവും ദൈവകൃപയും കൊണ്ട് തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് അത്. എട്ടാമത്തേത്, കർത്താവിന്റെ ദാസന്മാർ അവിടെയുണ്ട്. വെളിപ്പാട് പുസ്തകം 22:3-4. കർത്താവിന്റെ ദാസന്മാർ അവിടെയുണ്ട്. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. മഹാപീഡന കാലത്ത് അന്തിക്രിസ്തു മുദ്ര കുത്തുന്നത് നെറ്റിയിലാണ്. നെറ്റിയിലോ കയ്യിലൊക്കെ ആയിട്ട് അവൻ അടയാളം മുദ്ര കുത്തും. ദൈവമക്കളെ, സ്വർഗത്തിൽ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവന്റെ നാമം അവരുടെ നെറ്റിക്കിരിക്കും. യേശുവിൻ നാമം നെറ്റിയിലുണ്ടാകും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, എന്നതാ നെറ്റിയൊക്കെ ഉണ്ടെന്ന്, തലയുണ്ടെന്നും നെറ്റിയുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതെല്ലാം യോഹന്നാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ആത്മാവിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ പേര് നമുക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ടാകും. നോക്കുമ്പോൾ കാണാം യേശുവിൻ നാമം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഒരു നാമത്തിൻ്റെ പച്ചപ്പിലാണ് സ്വർഗത്തിൽ കഴിയാൻ പോകുന്നത്. വേറൊരു നാമവും നമുക്കില്ല അവിടെ. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതും സ്വർഗം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും ഈ ഒരു കാര്യത്തിലാണ്. അവൻ്റെ നാമത്തിലാണ് നമുക്കത് മനസ്സിലാക്കാനും പരിചയപ്പെടാനുമായിട്ട് സാധിക്കുന്നത്. അവൻ്റെ നാമം എന്ന് പറയുന്നതിനാൽ പിതാവിനെയും പുത്രനെയും ഏകത്വമായി പറഞ്ഞിരിക്കുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ് അവൻ്റെ നാമം. പിതാവിനെയും പുത്രനെയും ഏകത്വത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ നാമം. നമ്മൾ സ്വർഗത്തിൽ നവയെരുശലേമിൽ സ്വർഗീയ പൗരത്വമുള്ളവരും രാജകീയ പുരോഹിത വർഗവുമാണ്. ഉന്നതമായ ഉന്നത കുലജാതരായി ക്രിസ്തയേശുവിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് നമുക്ക് പുതിയ യെരുശലേമിൽ ഉള്ളത്. 9, ജീവജല നദി. വെളിപ്പാട് പുസ്തകം 22:1. പുതിയ യെരുശലേം എന്ന നഗരത്തിലുള്ളത് ജീവജല നദി. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുദ്ധമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നിങ്ങൾ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുദ്ധമായ ഒരു ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. വെളിപ്പാട് 22:1. സമാഗമന കൂടാരത്തിന്റെ മുൻപിലെ പിച്ചളത്തൊട്ടി പോലെ ഇത്, ഈ ജീവജല നദി ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിന്റെ നാളുകളുള്ള ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ടതാണ് എന്ന മർമ്മം വെളിപ്പെടുത്താൻ ജീവജല നദി നമ്മെ സഹായിക്കും. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും കർത്താവിന്റെ രക്തത്താലുമുള്ള ശുദ്ധീകരണത്തെയാണ് ഇവിടെ ഇത് നാം കാണുന്നത്. നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 47:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
ദൈവാലയത്തിന്റെ ഉമ്മരപ്പടിക്ക് കീഴിൽ നിന്നും ഒഴുകി 2 ശാഖകളായി പിരിഞ്ഞ് ഒരു പാതി മെഡിറ്ററേനിയൻ കടലിലും മറ്റേ കൈവഴി ചാവുകടലിലും വീഴും. ഈ നദിയുടെ പ്രത്യേകത ലോകത്തിലെ മറ്റു നദികളെ പോലെയല്ല. ലോകത്തിലുള്ള നദികൾ എങ്ങനെയാണ്? പല ബ്രാഞ്ചസ് ചേർന്ന് ഒരു നദിയായി കടലിൽ പതിക്കുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു നദി പല ശാഖകളായിട്ട് പിരിയുന്നു. ഇത് ഈ നദിയുടെ പ്രത്യേകതയാണ്. ആത്മനിറവിനെയാണ് ഈ നദിയുടെ നിറവ് കാണിക്കുന്നത്. യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു വിശ്വാസി, അവനെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് സമർത്ഥമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രസ്തുത നദി എന്ന് പറയുന്നത് പുതിയ യെരൂശലേമിലെ നദിയുടെ ഒരു പ്രതിബിംബം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 10 ജീവവൃക്ഷം. വെളിപ്പാട് 22:2 നദിക്ക് ഇക്കരെയും നദിക്ക് അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകുന്നു. ഇപ്പൊ നദിക്ക് ഇക്കരെയും അക്കരെയും. ഏത് നദിക്ക്? ജീവജല നദിയുടെ 2 കരയിലും എന്തുണ്ട്? ജീവവൃക്ഷമുണ്ട്. ജീവവൃക്ഷമുള്ളത് കൊണ്ട് രോഗങ്ങൾ ജനത്തിന് ബാധിക്കില്ല. ജീവജല നദി ഉള്ളത് കൊണ്ട് വ്യക്തിപരമായ ഭാരങ്ങളോ കുടുംബ സംബന്ധമായ അല്ലലുകളോ അവിടെ ഇല്ല. ആ നദി, ആ ജീവജല നദി, ജീവനദി എന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ. ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ 4 സ്ഥലങ്ങളിൽ നമ്മൾ ഈ ജീവവൃക്ഷത്തെ കാണുന്നുണ്ട്. ഒന്ന്, ഏദനിലെ ജീവവൃക്ഷം. ഏദനിലെ ജീവവൃക്ഷം. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചാക്കിയിരുന്ന ഏദനിലെ ജീവവൃക്ഷത്തെ കുറിച്ചാണ് നാം ഉൽപ്പത്തി പുസ്തകം 2:9-16, ഉൽപ്പത്തി പുസ്തകം 2:9-16, 3:22 ഈ 2 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നത് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിരിക്കുന്ന ഏദനിലെ ജീവവൃക്ഷത്തെ കുറിച്ചാണ് നാം ആദ്യം വായിക്കുന്നത്. അതിന്റെ വിശിഷ്ട ഗുണങ്ങളും ആ ഭാഗത്ത് തന്നെയുണ്ട്. ഉൽപ്പത്തി 2:9-16, 3:22. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാതിരിക്കേണ്ടതിന് അവനത് പറിക്കട്ടെ, അവനത് കഴിക്കട്ടെ. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അതാണ്. കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉണ്ടായിരുന്ന ഏദനിലെ ജീവവൃക്ഷത്തെ കുറിച്ച്
ഈ ഉൽപ്പത്തി പുസ്തകം 2:9-16, 3:22 ഈ രണ്ട് വാക്യങ്ങളിലാണ് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അതിന്റെ വാക്യം എങ്ങനെയാണ്? ഇപ്പോൾ അവൻ കൈ നീട്ടി എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. ഇപ്പോൾ അവൻ കൈ നീട്ടി എന്നാണ് നാം വായിക്കുന്നതെങ്കിലും അത് പറിച്ചു തിന്നുവാനല്ല, വിലക്കപ്പെട്ടത് തിന്നുവാനായിരുന്നു താല്പര്യം. മനുഷ്യന്റെ വിചിത്ര സ്വഭാവത്തെയാണ് ഈ വിലക്കപ്പെട്ടത് ഭക്ഷിക്കാനുള്ള താല്പര്യം അവനിൽ നാം കാണുന്നത്. പുതിയ ഭൂമിയിൽ അങ്ങനെ ഒരു സ്വഭാവമേ ഉണ്ടാകില്ല. വിശുദ്ധ നഗരത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരെ ഉണ്ടാകുകയില്ല. ഒരു കാലത്തും മരിക്കാതെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഈ കണ്ടീഷനിൽ ഇല്ല. നമുക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരാനാണ് നമ്മുടെ ആഗ്രഹം. എന്നേക്കും ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം. രണ്ടാമത്തേത് സഹസ്രാബ്ദ ഭൂമിയിലെ ജീവവൃക്ഷമാണ്. ഒന്ന് ഏദനിലെ ജീവവൃക്ഷം, രണ്ട് സഹസ്രാബ്ദ ഭൂമിയിലെ ജീവവൃക്ഷം. യെഹെസ്കേൽ 47:1-12 വരെ, സഖരിയാവ് 14:8, യോവേൽ 3:18, യോവേൽ 3:18. ഈ ഭാഗങ്ങളിൽ എല്ലാം ജീവജല നദിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. അതിന് ജീവജല നദി എന്ന് പേര് പറഞ്ഞിട്ടില്ല എങ്കിലും അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെടുമെന്നൊരു പ്രയോഗമുണ്ട്. സഖരിയാവ് 14:8. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെടും എന്ന് യെഹെസ്കേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഓക്കെ. 3, ദൈവ പർദീസയിലെ ജീവവൃക്ഷം. വെളിപ്പാട് 2:7. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. Praise the Lord. ജീവവൃക്ഷത്തിന്റെ ഫലം അവൻ നമുക്ക് തരും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വൃക്ഷം എവിടെയാണ്? അതിന്റെ സ്വഭാവവും ഫലത്തിന്റെ ഗുണവും എന്താണ്? ഇതൊന്നും നമുക്ക് അറിയില്ല, നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനെ സംബന്ധിക്കുന്ന കൂടുതലായ വിശദീകരണവും നമുക്ക് ലഭിച്ചിട്ടില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12:2-3. ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല. ആകയാൽ ഇത് ഭൂമിയിലുള്ളതല്ല എന്നുള്ളത് വളരെ വ്യക്തം. ആദാമ്യ ഭൂമിയിലും സഹസ്രാബ്ദ ഭൂമിയിലും പുതിയ ഭൂമിയിലുമുള്ളതല്ല ഈ ജീവവൃക്ഷം. 3-ാം സ്വർഗത്തിലും ജീവവൃക്ഷമുണ്ടെന്നും അവയിലെ ഫലം ഭക്ഷിക്കുവാൻ കഴിയുമെന്നും ഭക്ഷിക്കുവാനുള്ളതാണെന്നും തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് പോലും അത് വിശിഷ്ട അനുഭവം ആയിരിക്കുമെന്നും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജയാളികൾക്ക് ലഭിക്കുന്ന ഒരു വിശിഷ്ട ഗിഫ്റ്റാണ്, ഒരു വിശിഷ്ട ഫലമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. പുതിയ ഭൂമിയിലെ ജീവവൃക്ഷം. നമ്മൾ ആദ്യം കണ്ടു ഏദനിലെ ജീവവൃക്ഷം, രണ്ടാമത് നമ്മൾ കണ്ടു സഹസ്രാബ്ദ ഭൂമിയിലെ ജീവവൃക്ഷം,
മൂന്നാമത്തേത് കണ്ടു, ജീവപർദീസയിലെ ജീവവൃക്ഷം. നാലാമത്തേത് പുതിയ ഭൂമിയിലെ ജീവവൃക്ഷം. പുതിയ ഭൂമിയിലെ ജീവവൃക്ഷം. വെളിപ്പാട് 2:22. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ഈ വൃക്ഷത്തിന്റെ ഇല ജാതികളായവർക്ക് രോഗശാന്തിക്ക് ഉതകുന്നതാണ് എന്ന് നാം വായിക്കും. അടുത്തത് ജീവവൃക്ഷ ഫലം. ഇവിടെ നമ്മൾ ഈ കോട്ടവാങ്ങ വരയ്ക്ക് നടന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ജീവവൃക്ഷത്തിന്റെ ഫലം കാണുമ്പോ 10 പറിച്ച് റംബുട്ടാൻ സൂക്ഷിച്ചു വെക്കും പോലെ സൂക്ഷിച്ചു വെക്കാന്ന് വിചാരിച്ചാൽ ഏത് ഫലവും അന്നത്തോടുകൂടി തീരും. പിന്നെ നമുക്ക് അങ്ങനെ വലിയ ആക്രാന്തങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ചുറ്റും ആൾക്കാരുള്ളത് കൊണ്ടും നാട്ടുകാരുള്ളത് കൊണ്ടും ശത്രുക്കളുള്ളത് കൊണ്ടും ആരാണ് മിത്രം ആരാണ് ശത്രു നമുക്ക് പിടിയില്ലാത്തത് കൊണ്ട് നമ്മളുടെ കാരണന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാടിയാണെങ്കിലും മൂടി കുളിക്കണമെന്ന്, വേറെ ആരെയും കാണിക്കാതെ അത് ചെയ്യണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കാരണമായി തീരണം. വെളിപ്പാട് 22:14 ഇങ്ങനെയാണ് പറയുന്നത്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വൃക്ഷത്തിൽ അഥവാ വൃക്ഷത്തിന്റെ അനുഭവത്തിനായി പ്രത്യേക തരം അധികാരമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. വെളിപ്പാട് 2:7 വിജയം പോലെ ഇവിടെയും വിജയം ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് 2:7 തങ്ങളുടെ വസ്ത്രങ്ങൾ അലങ്കരിക്കുന്നവർ എന്ന് മലയാളത്തിലും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ എന്ന് ഇംഗ്ലീഷിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗ്രീക്ക് ഭാഷയിൽ ഇവ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, മാറി മാറി. തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുന്നവർ എന്നതിൻ്റെ ഹിബ്രു ആൻഡ് ഗ്രീക്ക് പ്രതികളിൽ ഈ 2 വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. 11 ജീവവൃക്ഷ ഫലം. ജീവവൃക്ഷ ഫലം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 12 വിധം ഫലം. 12 വിധം ഫലം. വൃക്ഷം എത്രയാ? ഒരു വൃക്ഷത്തിനകത്ത് ഒരു തരത്തിലുള്ള ഫലമല്ല, 12 തരത്തിലുള്ള ഫലം. അതത് ഫലം കൊടുക്കുന്നു. ആവശ്യമായ ഫലം അതത് തരം മാസം തോറും ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്നു. ഫലം അഥവാ കായ്ക്കൾ എന്ന ഒരു പ്രയോഗവും അവിടെ ഉണ്ട്. 22:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും. എവിടെ പോയി മനുഷ്യന്റെ അധികാരം? ഭൂമിയിലുള്ളത് പോരാഞ്ഞിട്ട് ഉയരത്തിൽ ചെന്നാലും ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്കുള്ള അധികാരം ഉണ്ടാകേണ്ടതിനാണ് അടുത്ത കാര്യം. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കാണുന്നു. ആകയാൽ ഫലങ്ങൾ
സ്വായത്തമാക്കുവാനുള്ളതെന്ന് ഗ്രഹിക്കണം. നമ്മൾ ശരിക്കും അതൊരു താലന്താണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവാണ്. നമ്മുടെ പ്രാപ്തിയാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് 12 വിധം ഫലം പുറപ്പെടുവിക്കുന്നു. മാസം തോറും അതത് തരം ഫലം ആണ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ പുതിയ ഭൂമിയിലെ ജീവവൃക്ഷ ഫലവും ഭക്ഷിക്കുവാനുള്ളതാണ് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. എന്നാൽ വെളിപ്പാട് 7:14 യോജിപ്പിച്ച് നമ്മൾ ചിന്തിച്ചാൽ മഹാപീഡനകാലത്ത് രക്ഷപ്പെടുന്നതിനായി കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്ന എല്ലാവർക്കും, കുഞ്ഞാടിന്റെ രക്തത്തിൽ അല്ലെങ്കിൽ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർക്ക് മാത്രമാണ് എന്തുള്ളൂ ഈ രക്ഷയുടെ പൂർത്തീകരണത്തിന്റെ അസുലഭമായ സന്ദർഭം, ദൈവികമായ അംഗീകാരത്തിന്റെ യുക്തമായ കാലഘട്ടം. നിശ്ചയമായും പുതിയ നഗരത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം ഉണ്ടാകും. നമുക്കറിയാലോ, ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമോ ഏകവചനമാണ്. ആ ഏകവചനത്തിൽ ആരംഭിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നത് ബഹുവചനത്തിലാണ്. അത് നമ്മൾ ഓർക്കണം. 12 ജീവവൃക്ഷത്തിന്റെ ഇല. ജീവവൃക്ഷത്തിന്റെ ഇല ഇതെന്തിനാനുള്ളതാണ്? ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ജീവവൃക്ഷത്തിന്റെ ഇലകളും നഷ്ടപ്പെട്ടുകൂടാ. അത് അതുപോലെ ഇന്നും ഉപയോഗപ്രദമാണ്. ജീവദായകവും ഔഷധ ഗുണവുമുള്ളതാണെന്ന് നമുക്ക് കരുതാം. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് പറയുമ്പോൾ രോഗമുണ്ടെന്നും രോഗശാന്തി ഉണ്ടെന്നും അതിന് അർത്ഥമല്ല. രോഗമുണ്ടെങ്കിൽ രോഗശാന്തിക്ക്, ബലഹീനതയുണ്ടെങ്കിൽ ബലഹീനതയ്ക്ക്. അങ്ങനെ ഒരു സാങ്കേതിക അർത്ഥം നമ്മൾ അതിൽ മനസ്സിലാക്കണം. ജീവവൃക്ഷത്തിന്റെ ഇലകളും നഷ്ടപ്പെട്ടുകൂടാ, അതുപോലും ഉപയോഗപ്രദമാണ്. ആദാമ്യ ഏദനിലും ജീവവൃക്ഷം ഉണ്ടായിരുന്നു, നമുക്കത് അറിയാം. പുതിയ ഭൂമിയിൽ വസിക്കുന്ന ജനത്തിന് അഥവാ ജാതികൾക്ക് അവൻ തജസ്കരിക്കപ്പെടാത്ത ശരീരത്തോടു കൂടിയ മനുഷ്യരായ ജാതികളായിരിക്കയാൽ അവർക്ക് ഭക്ഷണം ഭക്ഷണം ഒഴിച്ചുകൂടാത്തതാണ്. ഭക്ഷണം അവർക്ക് കഴിച്ചേ മതിയാകും. ജീവവൃക്ഷത്തിന്റെ ഇല ഭക്ഷണത്തിന് ഉതകും. ആർക്കും കൈനീട്ടി പറിച്ചു തിന്നാനായിട്ട് സാധിക്കും. രോഗശാന്തിക്ക് ഉതകും. നമ്മൾ കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ, ഒറീസയിലൊക്കെ വളരെ കുരുന്ന് പ്രായത്തിൽ, കുരുന്നെന്ന് പറഞ്ഞാൽ വെറും കുരുന്ന്,
ഒരു 1.5 മാസം, മാക്സിമം 2 മാസം. അവര് ഉപയോഗിക്കുന്ന ചില ഇലകളുണ്ട്. ആ ഇലകൾ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പിഴിഞ്ഞ് അല്പം കഴിയുമ്പോഴേക്കും അതിന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പാലിന്റെ നിറമാകും, പശുവിൻ പാലിന്റെ നിറം. അതായിക്കഴിഞ്ഞാൽ അത് 1.5 വയസ്സ് പ്രായമുള്ള കൊച്ചിന് പോലും കൊടുക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ കുടിയന്മാർ ചോദിക്കാറുള്ളൊരു ചോദ്യം ചോദിക്കും, നമ്മളിപ്പോൾ ആകാശത്തിലാണോ ഭൂമിയിലാണോ? അതുപോലും കാലുറയ്ക്കാത്ത സാഹചര്യത്തിൽ ചെല്ലും. എന്നാൽ ക്രിസ്തു രാജാവായിരിക്കുന്നുവെങ്കിൽ അസ്വർഗീയ മഹിമയിൽ ഏതു പ്രകാരത്തിലും എൻ്റെ ദൈവത്താൽ എനിക്ക് സൗഖ്യം അനുഭവിക്കണമെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത്, പുതിയ യെരുശലേമിൽ ആരാധനയുണ്ട്, പിന്നെ ക്ഷേമ വിവരങ്ങളുണ്ട്. അങ്ങനെ പുതിയ യെരുശലേമിനെ ചന്തമാക്കുന്ന, അലങ്കാരികമാക്കുന്ന ഒരു അവസ്ഥ നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പാവങ്ങളായ നമ്മൾ ചെല്ലുമെന്ന് കരുതി നമ്മുടെ അപ്പൻ നമ്മുടെ ആഗമനം ആഘോഷമാക്കുകയാണ്. ഈ ലോകത്തിന്റെ സകല മ്ലേച്ഛതകൾക്കകത്തും കഴിയുന്ന നമ്മളെ മറ്റു പലർക്കും സ്വീകാര്യരല്ലാതിരിക്കുമ്പോൾ നമ്മളെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു യേശു അപ്പച്ചൻ നമുക്കുണ്ട്. അവനെ സ്തോത്രം ചെയ്തും അവനിൽ നിന്ന് നന്മകൾ അനുഭവിച്ചും നാം നിൽക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, പുതിയ യെരുശലേമിനെ കുറിച്ച്, നഗരത്തെ കുറിച്ച്, അതിൽ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ള ഞങ്ങളുടെ കണ്ണിനോ ഞങ്ങളുടെ ചിന്തയ്ക്കോ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കോ നിരൂപിക്കാൻ കഴിയാത്തതുപോലെ ബൃഹത്തായ അങ്ങയുടെ സ്വർഗീയ പദ്ധതികളെ തിരിച്ചറിയാൻ തന്ന കൃപയ്ക്കായി ദൈവമേ, നീ കരുണ തോന്നി അനുഗ്രഹിക്കണം. ഇന്ന് ഈ ഡിവൈസിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് എല്ലാവരോടും കരുണ തോന്നി അനുഗ്രഹിച്ച് നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ സകലതും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും സന്തോഷത്തോടെ അയക്കണമേ. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.